രാജ് നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു ബോഡി ബിൽഡറാണ്. അദ്ദേഹം ബോഡി ബിൽഡിംഗ് രംഗത്ത് വളരെയധികം അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ രാജ് തന്റെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്ത് അവിചാരിതമായി അദ്ദേഹത്തിന്റെ വീട്ടിലെ കോളിംഗ് ബെൽ മുഴങ്ങുന്നു. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇത് ആരാണാവോ? മനുഷ്യന്റെ ഉറക്കം പോയി. രാജു വന്ന് കതക് തുറക്കുമ്പോൾ വാതിലിന് മുന്നിൽ യാതൊരു പരിചയവുമില്ലാത്ത മനുഷ്യൻ നിൽക്കുകയായിരുന്നു. സഹോദര, പറയൂ, ആരെ കാണാനാണ്? എന്നാൽ അയാൾ ഒരു മറുപടിയും പറയുന്നില്ല. അപ്രതീക്ഷിതമായി രാജിനെ അയാൾ തൊഴിച്ചിടുകയും ചെയ്തു. ആ ചവിട്ടേറ്റ് രാജ് താഴേക്ക് പോയി വീഴുന്നു. പിന്നെ അയാൾ കതക് വലിച്ചടയ്ക്കുന്നു. എന്നിട്ട് തന്റെ റിവോൾവർ പുറത്തെടുക്കുന്നു. ഇത് കണ്ടിട്ട് രാജ് പേടിച്ചു പോകുന്നു. ഓ സഹോദര, നിങ്ങൾ ആരാണ്? എന്നെ എന്തിനാ കൊല്ലാൻ നോക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് എന്ത് ദോഷമാ ചെയ്തത്? എന്നാൽ ആ മനുഷ്യൻ രാജ് ചോദിക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. മറിച്ച് രാജിനെ വെടിവെക്കുവാൻ തുടങ്ങുന്നു. ആദ്യത്തെ വെടി രാജിന്റെ തോളിൽ തട്ടിപ്പോകുന്നു. അതിൽ അദ്ദേഹത്തിന് മുറിവും പറ്റുന്നു. ഇനി രാജിന് സ്വയം രക്ഷപ്പെടുവാൻ 3 വഴികളുണ്ടായിരുന്നു. ആദ്യത്തേത് കസേര, രണ്ടാമത്തേത് ടേബിൾ, മൂന്നാമത്തേത് സോഫ. ലോജിക്കൽ ആർമി, രാജ് പെട്ടെന്ന് രക്ഷപ്പെടുവാനായി എന്തായിരിക്കും ചെയ്യുക? ശ്രദ്ധിച്ചു നോക്കൂ. ടേബിളിന്റെ താഴെ ചക്രമുണ്ട്. അതിനർത്ഥം ചക്രത്തിന്റെ സഹായത്താൽ ടേബിളിന് നീങ്ങുവാനാകും. രാജ് അതിനെ ശക്തമായി ചവിട്ടുന്നു. ടേബിൾ നേരെ പോയി ആ മനുഷ്യനെ ഇടിക്കുന്നു. ടേബിൾ വന്നിടിക്കുന്നതും ആ മനുഷ്യൻ താഴേക്ക് വീണുപോകുന്നു. അവസരം മുതലെടുത്ത് രാജു വേഗം ബാത്റൂമിനകത്ത് കയറി കതകടയ്ക്കുന്നു. എന്നിട്ട് കതക് അകത്ത് നിന്ന് പൂട്ടുന്നു. അയാൾ വാതിലിന് നേരെ വെടിവെക്കുവാനും തുടങ്ങുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ. ആ മനുഷ്യന്റെ കയ്യിൽ തോക്കുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അയാളെ ഇടിച്ചു പപ്പടമാക്കിയേനെ. ആ മനുഷ്യൻ ശക്തമായി വാതിലിൽ ഇടിക്കുവാൻ തുടങ്ങുന്നു. ലോജിക്കൽ ആർമി, രാജിന് ബാത്റൂമിൽ നിന്ന് രക്ഷപ്പെടുവാനായി എന്ത് ചെയ്യുവാനാകും? വാതിൽ പൊക്കത്തിലുമാണ്. ആലോചിച്ചു നോക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. ബാത്റൂമിലൊരു ജാളിയുണ്ട്. അത് മുകളിലാണ്. എന്നാൽ ബാത്റൂമിലൊരു ബക്കറ്റുമുണ്ട്. രാജ് ടോയ്ലറ്റ് സീറ്റിന് മുകളിൽ ബക്കറ്റ് വയ്ക്കുന്നു. അതിൽ കയറി ജാളിയെ പൊട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നിട്ട് പെട്ടെന്ന് ഡിറ്റക്റ്റീവ് മെഹുലിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ഈ സമയം മെഹുൽ ടെറസിൽ തന്റെ രാവിലത്തെ എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാജ് മെഹുലിനെ ഉച്ചത്തിൽ വിളിക്കുന്നു. എന്നാൽ മെഹുൽ കാതിൽ ഇയർഫോൺ വച്ചിരുന്നത് കൊണ്ട് ഈ വിളികളൊന്നും കേൾക്കുന്നില്ല. രാജ് ഒടുവിൽ മെഹുലിന്റെ വാതിലിൽ മുട്ടുന്നു. എന്നാൽ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് അടച്ചിരിക്കുകയായിരുന്നു. ഈ മെഹുൽ സാർ വാതിലിന്റെ ഒരു പാസ്വേഡ് കൊടുത്തു വെച്ചിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ മാത്സും നല്ല വശമില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യും? ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് ചിന്തിക്കുവാനാകുമോ വാതിൽ തുറക്കുവാനുള്ള കോഡ് എന്തായിരിക്കുമെന്ന്? ചിന്തിക്കൂ. ഇതിൽ തലപുണ്ണാക്കേണ്ട വലിയ കാര്യമില്ല. ആദ്യത്തെ നമ്പർ എന്താണോ അത് തന്നെയാണ് ഉത്തരം. എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യത്തേത് 2 ആണെങ്കിൽ ഉത്തരം 2, ആദ്യത്തേത് 6 ആണെങ്കിൽ 6, പിന്നെ 8. അതിനർത്ഥം 3 ആണ് ഉത്തരം. രാജ ആകെ ആശങ്കയിലായി 3 തന്നെ അമർത്തുന്നു. അദ്ദേഹത്തിന്റെ ഉത്തരവും ശരിയാകും. വാതിൽ തുറക്കപ്പെടുന്നു. രാജ അകത്തേക്ക് പോകുന്നതും ഉച്ചത്തിൽ അലാറം മുഴങ്ങുവാൻ തുടങ്ങുന്നു. ഇതിനർത്ഥം എന്റെ വീട്ടിനകത്തേക്ക് ആരോ കയറിയിട്ടുണ്ട്. മെഹുൽ വേഗം ടെറസിൽ നിന്ന് താഴേക്ക് വരുന്നു. അപ്പോൾ മെഹുൽ അവിടെ രാജിനെ കാണും. മിസ്റ്റർ രാജ്, താങ്കൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? താങ്കൾ എന്റെ വീടിനകത്തേക്ക് എങ്ങനെ വന്നത്? സർ, താങ്കൾ എന്നെ എങ്ങനെയാ അറിയുന്നത്? നിങ്ങൾ നഗരത്തിൽ അറിയപ്പെടുന്ന ബോഡി ബിൽഡറാണ്. ഞാനൊരു ഡിറ്റക്റ്റീവും. ഞാൻ എല്ലാവരുടെയും വിവരങ്ങൾ അറിഞ്ഞു വെക്കുന്നു. അതിനുശേഷം രാജ് മെഹുലിനോട് നടന്നതെല്ലാം പറയുന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ പെട്ടെന്ന് തന്റെ റിവോൾവറും എടുത്ത് രാജിനൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. രാജിന്റെ വീടിന്റെ വാതിൽ പുറത്തു നിന്ന് തുറന്നിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ മനുഷ്യൻ ഓടിക്കളഞ്ഞെന്നാണ്. മെഹുൽ തന്റെ റിവോൾവറുമായി വീടിനകത്തേക്ക് പോകുന്നു. അവിടെ ഒരു മനുഷ്യന്റെ ബോഡി കിടക്കുന്നുണ്ടായിരുന്നു. ആരോ അയാളെ വെടിവെച്ചിരുന്നു. സർ, ഇത് അയാളാണ്. പക്ഷേ ഇയാളെ ആരാ കൊന്നത്? താങ്കൾ തീർച്ചയായും എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. ഇയാളെ നിങ്ങളെങ്ങാനുമാണോ കൊന്നത്? സർ, അങ്ങ് ഇതെന്താണ് പറയുന്നത്? ഞാൻ ഇയാളെ എന്തിനു കൊല്ലണം? എനിക്ക് ഇയാളെ അറിയുക പോലുമില്ല. മെഹുൽ വീട് മുഴുവനും പരിശോധിക്കുന്നു. ബാത്റൂമിലും പോയി നോക്കുന്നു. രാജ് ഉപയോഗിക്കുന്ന മുറിയിൽ എല്ലാ സാധനങ്ങളും താറുമാറായി കിടക്കുന്നുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അതിനർത്ഥം കൊലയാളി ആരായാലും ഒരു ബോഡി ബിൽഡർ ആയിരിക്കും. രാജിനോട് അയാൾക്ക് അസൂയായിരിക്കണം. ലോജിക്കൽ ആർമി, മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? അവിടേക്ക് വന്നയാളിന് രാജിനോട് കടുത്ത അസൂയയാണെന്ന്. രാജിന്റെ മുറി ശ്രദ്ധിച്ചു നോക്കൂ. രാജിന്റെ ട്രോഫിയും മെഡലുകളും മാത്രമാണ് തറയിൽ വീണ് കിടക്കുന്നത്. കൊലയാളി രാജിന്റെ ബോഡി ബിൽഡിംഗ് സർട്ടിഫിക്കറ്റും കീറി കളഞ്ഞിരിക്കുകയാണ്. ഇതല്ലാതെ അദ്ദേഹത്തിന്റെ മുറിയിൽ വേറൊരു സാധനവും നശിപ്പിച്ചിട്ടില്ല. ഇതിൽ നിന്ന് സംഗതി വ്യക്തമാണ്. അയാൾ രാജിന്റെ വിജയത്തിൽ അസൂയാലുവായി. അതിനുശേഷം മെഹുൽ ആ മരിച്ച ആളുടെ ഡെഡ് ബോഡിയുടെ ഒരു ഫോട്ടോ എടുക്കുന്നു. തന്റെ അസിസ്റ്റന്റിനെ അയക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് വിവരങ്ങൾ അന്വേഷിച്ച് മെഹുലിനെ അറിയിക്കുന്നു. അയാൾ ഒരു ക്രിമിനലാണ്. പൈസ വാങ്ങി ആൾക്കാരെ കൊല്ലുന്ന കൊട്ടേഷൻ എടുക്കുന്ന ആളാണ്. മറ്റുള്ളവരെ കൊല്ലുന്നവൻ സ്വയം മരിച്ചു. എന്ത് കർമ്മം ചെയ്തോ അതിനനുസരിച്ചുള്ള ഫലവും കിട്ടിയിരിക്കുന്നു. പക്ഷേ ഇയാളെ ആരാണ് കൊന്നത്? മെഹുൽ ഡെഡ് ബോഡിയെ കാറിൽ വെച്ചിട്ട് രാജിനോട് പറയുന്നു,
മിസ്റ്റർ രാജ്, നിങ്ങൾ എന്നോടൊപ്പം വരൂ. ഇവിടെ താങ്കളുടെ ജീവൻ സുരക്ഷിതമല്ല. രാജ് തന്റെ കുറച്ച് സാധനങ്ങളും എടുത്ത് മെഹുലിനോടൊപ്പം പോകുന്നു. മെഹുൽ ആദ്യം ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തിച്ചേരുന്നു. താങ്കൾ കാറിനകത്തിരിക്കെ, ഞാൻ ഡെഡ് ബോഡി ലാബിനകത്ത് വെച്ചിട്ട് വരാം. മെഹുൽ ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട് ലാബിനകത്തേക്ക് പോകുന്നു. എന്നാൽ ലാബിന്റെ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് അടച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് പറയുവാനാകുമോ ഈ 4 ബലൂണിൽ ഏതാണ് ഓട് വൺ ഔട്ടെന്ന്? നോക്കിയാൽ എല്ലാം ബലൂണാണ്. എന്നാൽ യെല്ലോ ബലൂൺ വൈയിലാണ് തുടങ്ങുന്നത്. ബാക്കി 3 ബലൂണുകളും ബിയിലാണ് ആരംഭിക്കുന്നത്. ബ്ലാക്ക്, ബ്ലൂ, പിന്നെ ബ്രൗൺ. മെഹുൽ 3ാമത്തെ ബട്ടൺ പ്രസ് ചെയ്ത് ലാബിനകത്തേക്ക് പോകുന്നു. മെഹുൽ ഡെഡ് ബോഡിയെ ലാബിനകത്ത് വയ്ക്കുന്നു. എന്നിട്ട് ഡോക്ടർ സഞ്ജനയോട് കാര്യങ്ങൾ പറയുന്നു. ആ സമയത്ത് മെഹുലിന് വെടിപൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നു. മെഹുൽ പെട്ടെന്നോടി ലാബിന്റെ പുറത്തേക്ക് വരുന്നു. ലാബിന് പുറത്ത് ബൈക്കിൽ വന്ന 2 പേർ ചേർന്ന് മെഹുലിന്റെ കാറിന് നേരെ വെടിവെക്കുക. ഇവർ മിസ്റ്റർ രാജിന് നേരെ എന്തിനാണ് ഫയറിംഗ് ചെയ്യുന്നത്? മെഹുലിനെ കണ്ടതും അവർ 2 പേരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മെഹുലിന്റെ കാർ ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ രാജിന്റെ ജീവൻ രക്ഷപ്പെടുന്നു. മെഹുൽ പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് ആ 2 പേരുടെയും പുറകെ വെച്ചുപിടിക്കുന്നു. രാജും കാറിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ 2 പേരും നല്ല സ്പീഡിലാണ് ബൈക്ക് ഓടിച്ചത്. മെഹുലും നല്ല സ്പീഡിൽ കാർ ഓടിക്കുന്നു. ആ സമയത്ത് ബൈക്കിന്റെ പുറകിലിരിക്കുന്ന മനുഷ്യൻ മെഹുലിന്റെ കാറിന് നേരെ വെടിവെക്കുന്നു. എന്നാൽ മെഹുൽ ഒട്ടും ഭയക്കുന്നില്ല. അവരുടെ ബൈക്കിന് പുറകെ തന്നെ പോകുന്നു. മെഹുലിന്റെ വണ്ടിയിൽ ഒരു വെള്ളത്തിന്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇവരെ പിടിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വെള്ളത്തിന്റെ ബോട്ടിൽ എടുത്തെറിഞ്ഞ് എനിക്ക് അവരെ തട്ടിയിടണം. എന്നാലേ എനിക്ക് അവരെ പിടിക്കുവാനുമാകൂ. ഇപ്പോൾ മെഹുലിന്റെ മുന്നിൽ 3 വഴികളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേത് മെഹുൽ ഡ്രൈവിംഗ് സീറ്റിൽ രാജിനെ ഇരുത്തുന്നു. രാജ് വണ്ടി ഓടിക്കുമ്പോൾ മെഹുൽ അപ്പുറത്തെ വിൻഡോ താഴ്ത്തി വെള്ളത്തിന്റെ ബോട്ടിൽ എടുത്തെറിഞ്ഞ് അവരെ തട്ടിയിടുന്നു. രണ്ടാമത്തേത് മെഹുൽ നല്ല സ്പീഡിൽ കാർ ഓടിച്ച് അവരെ 2 പേരെയും തട്ടിയിടുന്നു. അങ്ങനെ ചെയ്താൽ അവർക്ക് 2 പേർക്കും പരിക്ക് പറ്റുവാനിടയുണ്ട്. മൂന്നാമത്തേത് മെഹുൽ രാജിനോട് വെള്ളത്തിന്റെ ബോട്ടിൽ കൊണ്ടവരെ എറിഞ്ഞിടുവാൻ പറയും. ലോജിക്കൽ ആർമി, ഇതിൽ ഏത് സൊല്യൂഷനാണ് സെൻസിബിളായി നിങ്ങൾക്ക് തോന്നുന്നത്? ആദ്യത്തെ ഓപ്ഷൻ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ മെഹുൽ വണ്ടി നിർത്തണം. എന്നിട്ട് രാജിന്റെ സീറ്റിലിരിക്കണം. ആ സമയം കൊണ്ട് ബൈക്കുകാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം. രണ്ടാമത്തെ ഓപ്ഷനിൽ അപകടമുണ്ട്. എന്തെന്നാൽ ആക്സിഡന്റ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അവർ 2 പേരും മരിക്കുവാനും സാധ്യതയുണ്ട്. മെഹുലിന് അവരെ ജീവനോടെ തന്നെ പിടിക്കണമായിരുന്നു. മെഹുൽ 3ാമത്തെ ഓപ്ഷൻ ആയിരിക്കും തിരഞ്ഞെടുക്കുക. മെഹുൽ കാറിനെ ആ ബൈക്കിന്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നു. രാജ് വിൻഡോ തുറന്ന് വെള്ളക്കുപ്പി എടുത്തെറിയുന്നു. എന്നാൽ രാജിന്റെ ഉന്നം തെറ്റിപ്പോകുന്നു. ബൈക്കിന്റെ പുറകെ ഇരുന്ന മനുഷ്യൻ വീണ്ടും രാജിന് നേരെ ഫയറിംഗ് ചെയ്യുന്നു. രാജ് വേഗം വിൻഡോയുടെ ഗ്ലാസ് പൊക്കുന്നു. എന്നാൽ മെഹുൽ കാറിന്റെ സ്പീഡ് കൂട്ടുന്നു. എന്നിട്ട് കാർ ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് അവർക്ക് മുന്നിൽ നിർത്തുന്നു. അവർ ബ്രേക്ക് ഇടുവാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ബൈക്ക് മെഹുലിന്റെ കാറിൽ ചെന്ന് തട്ടുന്നു. അവർ 2 പേരും താഴേക്ക് വീഴും. മെഹുലും രാജും ചേർന്ന് വേഗം അവരെ പിടികൂടുന്നു. എന്നിട്ട് അവരുടെ ഹെൽമെറ്റ് എടുക്കുന്നു. ഓ, ഇവൻ എന്റെ സുഹൃത്ത് വിശാലാണ്. ഞങ്ങൾ 2 പേരും ഒരുമിച്ചാ ബോഡി ബിൽഡിംഗ് ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാണ് രാജിനെ കൊല്ലുവാൻ പദ്ധതിയിട്ടത്? അപ്പോൾ വിശാൽ പറയുന്നു അയാൾക്ക് രാജിന്റെ വിജയത്തോട് വെറുപ്പാണെന്ന്. അതുകൊണ്ടാണ് അയാൾ രാജിനെ കൊല്ലുവാൻ പദ്ധതിയിട്ടതെന്ന്. വിശാൽ, രാജിനേക്കാൾ മുന്നിൽ കയറണമെങ്കിൽ പരിശ്രമിക്കുക. പക്ഷേ നിങ്ങൾ രാജിനെ കൊല്ലുവാനുള്ള പരിശ്രമത്തിൽ വാടക കൊലയാളിയെ കൊന്നു. ഇതിനുശേഷം മെഹുൽ വിശാലിനെയും സുഹൃത്തിനെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു. കേസ് സോൾവ്ഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്. മെഹുലിന് ഒരു കോൾ വന്നു. ഇപ്പോ ബൈപ്പാസ് റോഡിൽ വെച്ച് എന്റെ ബാഗ് മോഷണം പോയി. എന്റെ ബാഗിൽ കുറച്ചധികം പണവും മൊബൈലും കുറച്ച് ഡോക്യുമെന്റ്സും ഉണ്ടായിരുന്നു. ഇവിടെ അടുത്തെങ്ങും ആരുമില്ല. താങ്കൾ പെട്ടെന്നൊന്ന് വരാമോ? എനിക്ക് പേടി തോന്നുന്നു. പക്ഷേ മെഹുൽ ഫോൺ കട്ട് ചെയ്ത് കിടന്നുറങ്ങി. എന്തുകൊണ്ടാണ് മെഹുൽ അങ്ങനെ ചെയ്തത്? അയാൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധനാണ്. അപ്പോൾ ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ആ ലേഡി പറയുകയായിരുന്നു അവരുടെ ഹാൻഡ് ബാഗ് നഷ്ടപ്പെട്ടു പോയി എന്ന്. അതിൽ പണവും ഡോക്യുമെന്റ്സും മൊബൈലും ഉണ്ടായിരുന്നു. അടുത്തെങ്ങും ആരുമില്ലെന്നും പറഞ്ഞു. പിന്നെ അവർ എങ്ങനെയാണ് ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് കോൾ ചെയ്തത്? അതായത് അവർ കള്ളം പറയുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും മെഹുലിനൊരു കോൾ വന്നു. അതിൽ പറഞ്ഞു ബൈപ്പാസ് റോഡിൽ ഒരു മർഡർ ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കുറച്ചു നേരം മുമ്പാണ് ബൈപ്പാസ് റോഡിൽ നിന്ന് ഒരു സ്ത്രീ എന്നെ വിളിച്ചത്. ഇപ്പോൾ അടുത്ത കോളും. എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം. മെഹുൽ ആലിയെ കോൾ ചെയ്തു. എന്നാൽ അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു. ഞാൻ എത്ര തവണ അവളോട് പറഞ്ഞു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുതെന്ന്. എമർജൻസി കേസുകൾ എപ്പോൾ വേണമെങ്കിലും വരാം. ആലിയയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് മെഹുൽ ബൈപ്പാസിലേക്ക് പോയി. ബൈപ്പാസിലേക്ക് പോകുവാൻ 3 വഴികളുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ വഴിയിൽ കുട്ടികൾ കളിക്കുകയാണ്. അവർ കണ്ണുകെട്ടി കളിക്കുകയാണ്. രണ്ടാമത്തെ വഴിയിൽ ഒരു പഴയ പാലമാണുള്ളത്. അത് കേവലം 2000 കിലോഗ്രാം ഭാരം വരെ മാത്രമേ താങ്ങുകയുള്ളൂ. മെഹുലിന്റെ കാറിന്റെ വെയിറ്റ് 1990 കിലോയാണ്. മൂന്നാമത്തെ വഴിയിലാകട്ടെ ഉണങ്ങിയ വൃക്ഷങ്ങൾ കിടപ്പുണ്ട്. എങ്കിൽ ലോജിക്കൽ ആർമി, നിങ്ങൾ ചിന്തിച്ചു പറയൂ, ഏത് വഴിയായിരിക്കും മെഹുൽ സെലക്ട് ചെയ്യുക എന്ന്?
മൂന്നാമത്തെ വഴിയിലൂടെയുള്ള യാത്ര ഇമ്പോസിബിൾ ആണ്. രണ്ടാമത്തെ വഴിയിലൂടെയും പോകുവാൻ കഴിയില്ല. കാരണം പാലത്തിന് 2000 കിലോ മാത്രമേ താങ്ങുവാൻ കഴിയുകയുള്ളൂ. മെഹുലിന് ഒരു 70 കിലോ എങ്കിലും വെയിറ്റ് കാണും. 1990 പ്ലസ് 70 2000-ലധികം വെയിറ്റ് ഉണ്ടാകും. പാലം താഴെ വീണു പോകുവാൻ അത് മതിയാകും. മെഹുൽ ആദ്യത്തെ വഴി ഉപയോഗിച്ചു. കുട്ടികൾ കണ്ണു കെട്ടിയിട്ടല്ലേ ഉള്ളൂ, ചെവി കേൾക്കാമല്ലോ. മെഹുൽ ഹോൺ അടിച്ചതും കുട്ടികൾ പതുക്കെ പതുക്കെ സൈഡിലേക്ക് മാറി നിൽക്കുവാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ വഴിയിലൂടെ മെഹുൽ യാത്ര തിരിച്ചു. അവിടെ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടപ്പുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇവിടെ അടുത്ത് ആരെയും കാണുന്നില്ല, പക്ഷേ എനിക്ക് ഫോൺ ചെയ്തത് ആരാണ്? മെഹുൽ ആ സ്ത്രീയെ നന്നായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. എന്നെ വിളിച്ചയാൾ പറഞ്ഞിരുന്നു ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന്. പറഞ്ഞയാൾ ഇപ്പോൾ എവിടെ പോയി? അയാൾക്ക് എങ്ങനെ അറിയാം ഇത് കൊലപാതകമാണെന്ന്? എന്തോ പ്രശ്നമുള്ളതുപോലെ. മെഹുൽ ആ ഡെഡ് ബോഡി നല്ലവണ്ണം ചെക്ക് ചെയ്തു. അപ്പോൾ മനസ്സിലായി ഈ കൊലപാതകം നടന്നത് ഇവിടെ വെച്ചല്ല, വേറെ എവിടെയോ വെച്ചാണെന്ന്. മെഹുലിന് അതെങ്ങനെയാണ് മനസ്സിലായത്? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു ലോജിക്കൽ ആർമി? അവരുടെ കൈ ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ ഒരു മുറിവുണ്ട്. അവിടെ രക്തം കട്ടപിടിച്ചിരിക്കുന്നു. എന്നാൽ ഡെഡ് ബോഡിക്ക് ചുറ്റുമെങ്ങും രക്തത്തിന്റെ അടയാളം പോലുമില്ല. അതെങ്ങനെ സംഭവിക്കും? കേസ് വളരെ സീരിയസ് ആണെന്ന് തോന്നുന്നു. മെഹുൽ ഡോക്ടർ സഞ്ജനയെ ഫോൺ ചെയ്ത് ആംബുലൻസ് ആവശ്യപ്പെട്ടു. മെഹുൽ ആംബുലൻസിനൊപ്പം ഡോക്ടർ സഞ്ജനയുടെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. മെഹുലും ആംബുലൻസും ഒരു ഷോർട്ട് കട്ട് എടുത്ത് ഡോക്ടറിന്റെ ലാബിനടുത്തേക്ക് കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. വഴിയിൽ ഒരു മരം വീണ് കിടപ്പുണ്ടായിരുന്നു. മെഹുലിന് ഇത് മനസ്സിലായി. ആരോ മനഃപൂർവ്വം മുറിച്ചിട്ടതാണെന്ന്. ആരോ അവരെ തടഞ്ഞു നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ലോജിക്കൽ ആർമി? മെഹുലിന് അങ്ങനെ തോന്നിയത്? ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. ആ മരം നല്ല സ്ലൈസായി മുറിച്ചിട്ടുണ്ട്. മരം മുറിക്കുന്ന ഒരു ഉപകരണം വെച്ച് മുറിച്ചതാണ്. മരത്തിന്റെ ഇലകളെല്ലാം നല്ല പച്ചപ്പുള്ളതാണ്. അതിനർത്ഥം മരം ഇപ്പോൾ മുറിച്ചതാണെന്നല്ലേ? മരം മുറിച്ചു കഴിഞ്ഞാൽ കുറച്ചു സമയത്തിനകം തന്നെ ഇലകൾ വാടിത്തുടങ്ങും. മെഹുൽ തന്റെ റിവോൾവറും എടുത്തുകൊണ്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് മരത്തിന്റെ സൈഡിലേക്ക് മാറ്റുവാൻ ശ്രമിച്ചു. പക്ഷേ മരത്തിന് നല്ല കനമുണ്ടായിരുന്നു. ഒരുപാട് നേരം ശ്രമിച്ചിട്ടും മെഹുലിനത് ഒറ്റയ്ക്ക് മാറ്റുവാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവിടെ 2 പേർ വന്നു. എന്താണ് സഹോദര, നമ്മുടെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഈ മരം ഒന്ന് സൈഡിലേക്ക് മാറ്റണം. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ? അവർ 2 പേരും ഒരു സൈഡിൽ നിന്ന് മരത്തിനെ ഉയർത്തുവാൻ ശ്രമിച്ചു. രണ്ടാമത്തെ സൈഡ് മെഹുലും ഉയർത്തുവാൻ ശ്രമിച്ചു. എന്നാൽ ആ മരം വളരെ കനമുള്ളതായിരുന്നു. അതുകൊണ്ട് അവർക്കത് ഉയർത്തുവാൻ കഴിഞ്ഞില്ല. പക്ഷേ മെഹുലിന് ഒരു സംശയം തോന്നി. അവരെന്തോ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന്. എന്തുകൊണ്ടാണ് ലോജിക്കൽ ആർമി മെഹുലിന് അങ്ങനെ തോന്നിയത്? ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. മെഹുൽ ഒറ്റയ്ക്ക് ആ മരത്തിനെ ഒരു സൈഡിൽ നിന്ന് ഉയർത്തുന്നുണ്ട്. പക്ഷേ അവർ 2 പേർ ചേർന്നിട്ടും മരത്തെ അനക്കുവാൻ കഴിയുന്നില്ല. അവരത് ഉയർത്തുന്നതായി നാടകം കളിച്ചതാണ്. പക്ഷേ മെഹുലിന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ഒരാൾ പുറകിലൂടെ വന്ന് മെഹുലിന്റെ തലക്കടിച്ചു. ബോധം കെട്ടുപോയി മെഹുൽ. അവർ മെഹുലിനെ എടുത്തു കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ആലിയ തന്റെ സ്കേറ്റിംഗ് ബോർഡിൽ അവിടെ എത്തി. ആലിയെ കണ്ടപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ഇവളൊരു പെണ്ണല്ലേ, ഇവൾ നമ്മളെ എന്ത് ചെയ്യാനാ? നീ പേടിക്കാതിരിക്കെ. അയാൾ ആലിയെ അടിക്കുവാനായി മുന്നോട്ട് വന്നു. ആലിയ ജമ്പ് ചെയ്ത് അയാൾക്ക് ശക്തിയായ ഒരു കിക്ക് വെച്ചു കൊടുത്തു. അയാൾ അവിടെ തന്നെ വീണുപോയി. ആലിയയുടെ ഈ മൂവ്മെന്റ് കണ്ട് ബാക്കിയുള്ളവരും പേടിച്ചുപോയി. അവർ അവിടെ നിന്നും ഓടിക്കളഞ്ഞു. ആലിയ പെട്ടെന്ന് മെഹുലിന്റെ അടുത്തേക്ക് പോയി. ആലിയ മെഹുലിനെ ഉണർത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബോധം വന്നില്ല. ആലിയ തന്റെ ബാഗിൽ നിന്ന് വെള്ളത്തിന്റെ കുപ്പിയെടുത്ത് മെഹുലിന്റെ മുഖത്തേക്ക് ഒഴിച്ചു. വെള്ളം വീണതും മെഹുലിന് ബോധം വന്നു. ആലിയ, അവരെവിടെ പോയി? അവർ ഓടിക്കളഞ്ഞു സർ. മെഹുലിനെയും കൊണ്ട് ആലിയ കാറിൽ ഡോക്ടർ സഞ്ജനയുടെ അടുത്തേക്ക് യാത്ര തിരിച്ചു. പേടിച്ചു പോയ ഡ്രൈവർ പതുക്കെ കാറിനോടൊപ്പം യാത്ര തിരിച്ചു. കുറച്ചു സമയത്തിനകം അവർ ലാബിലെത്തി. ലാബിലെ കഥക് ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ലോജിക്കൽ ആർമി, ABCD ഈ 4 ഓപ്ഷനും കണ്ടിട്ട് ഇതിലേതാണ് ഓട് വണ്ണോട്ടെന്ന് കണ്ടുപിടിക്കണം. ആൻസർ എന്നോട് കമന്റായി പറയൂ. മൂന്നാമത്തെ നമ്പറിലുള്ള ടീഷർട്ട് ഒഴികെ ബാക്കി എല്ലാത്തിനും കോളറുണ്ട്. മൂന്നാമത്തെ പിക്ചറിൽ കോളറില്ല. ആലിയ C പ്രസ് ചെയ്തു. അപ്പോൾ ഡോർ തുറന്നു. ആലിയ മെഹുലിനെ തന്റെ തോളിൽ താങ്ങിക്കൊണ്ട് അകത്തേക്ക് പോയി. അവിടെ ഡോക്ടർ സഞ്ജന രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. മെഹുലിന്റെ അവസ്ഥ കണ്ടിട്ട് അവൾ അയാളുടെ അടുത്തേക്ക് വന്നു. ആലിയ ഡോക്ടർ സഞ്ജനയോട് മുഴുവൻ കഥയും പറഞ്ഞു. ഡോക്ടർ സഞ്ജന പെട്ടെന്ന് മെഹുലിന്റെ തലയിൽ ഡ്രസ് ചെയ്ത് കൊടുത്തു. ഡോക്ടർ ആദ്യം ആ ഡെഡ് ബോഡി ഒന്ന് എക്സാമിൻ ചെയ്യണം. ഡോക്ടർ സഞ്ജന ആ ബോഡി എക്സാമിൻ ചെയ്തു. എന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു. കുറച്ചു സമയത്തിനകം ഡോക്ടർ സഞ്ജന മെഹുലിനോട് പറഞ്ഞു, സ്ത്രീ ശ്വാസം മുട്ടിയാണ് മരിച്ചിരിക്കുന്നതെന്ന്. അവളുടെ പേര് സുനിത എന്നാണെന്ന്. ഡോക്ടർ സഞ്ജന, നിങ്ങൾക്ക് ഇവളുടെ പേരെങ്ങനെ അറിയാം?
ഇവർ ഒരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ അടുത്തുണ്ട്. ആലിയ, നീ ഇവരുടെ വീട്ടിൽ പോയി ഇവരെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ആലിയ സുനിതയുടെ വീട്ടിലേക്ക് പോയി. വീടിന് പുറത്ത് എൻട്രി ഗേറ്റിൽ 3 റൂമുകളുണ്ട്. 3ലും ജനലുകളുണ്ട്. പക്ഷേ 3 റൂമിന്റെ മുന്നിലും പട്ടിയുമുണ്ട്. എന്താ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ഏത് ജനലിലൂടെ ആലിയ അകത്ത് കിടക്കുമെന്ന്? ചിന്തിക്കൂ. ആലിയ രണ്ടാമത്തെ ജനലിലൂടെ അകത്ത് കിടക്കും. രണ്ടാമതുള്ള ആ ഡോഗിന്റെ കയറിന്റെ നീളം വളരെ കുറവാണ്. അത് ജനൽ വരെ എത്തില്ല. അവിടെ അവൾ സേഫ് ആയിരിക്കും. രണ്ടാമത്തെ ജനലിലൂടെ ആലിയ അകത്ത് കടന്നു. അകത്ത് കടന്നതും അവൾ അന്തം വിട്ടുപോയി. ലോജിക്കൽ ആർമി, വീടിനകത്തുള്ള ആൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എന്ത് കണ്ടിട്ടാണ് ആലിയ ഷോക്കായത്? ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ, വീട്ടിനുള്ളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളെ. ഇയാളെയാണ് നേരത്തെ ആലിയ കിക്ക് അടിച്ച് വീഴ്ത്തിയത്. ഇപ്പോഴും അയാളുടെ മുഖത്ത് ആ കിക്കിന്റെ പാടുണ്ട്. ആലിയെ കണ്ടതും അയാൾ കഴുപ്പ് നിർത്തി ഓടിപ്പോകുവാൻ തുടങ്ങി. പക്ഷേ ആലിയ അയാളെ പിടിച്ചു. ഇനി നിങ്ങൾ സത്യം പറയൂ, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? വേഗം പറഞ്ഞോ. നിങ്ങൾക്ക് സുനിത എങ്ങനെ അറിയും? അപ്പോൾ അയാൾ പറഞ്ഞു, സുനിത എന്റെ രണ്ടാമത്തെ ഭാര്യയാണ്. അവളുടെ പേരിൽ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ കരുതി അവളെ കൊന്നിട്ട് ആ പ്രോപ്പർട്ടി എല്ലാം സ്വന്തമാക്കാമെന്ന്. ഇത്രയും കേട്ടതും ആലിയയ്ക്ക് വളരെയധികം ദേഷ്യം തോന്നി. അയാളെ തുരുതുര അടിക്കുവാനും തുടങ്ങി. എന്നിട്ട് ജയിലിൽ കൊണ്ടുപോയി ഇട്ടു. കേസ് സോൾവ്ഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ ആൻഡ് ആലിയ റോക്സ്.